തട്ടയിടുക എന്നുള്ളത്, തല മറക്കുക എന്നുള്ളത് മതത്തെ സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ പ്രാക്ടീസാണ്. ഒരു ഔറത്ത് പറയുന്നുണ്ട്, സ്ത്രീക്കും പറയുന്നുണ്ട്, പുരുഷനും പറയുന്നുണ്ട്. അത് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ചെയ്യുന്ന പോലെയാണോ എന്ന് ചോദിച്ചാൽ സംശയം ഉണ്ടാവും. മറ്റൊരാൾ ചെയ്യുന്ന പോലെയാണെന്ന് ചോദിച്ചാൽ സംശയം ഉണ്ടാവും. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്നല്ല, അവിടെയാണ് ഈ പറഞ്ഞ പോലെ ചോദിച്ചു കൊടുക്കുന്നത്. ഇനി അത് പിന്നെ ഞാനും പടച്ചവനും തമ്മിലുള്ള കാര്യം. അതുവരെ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അത് അയാൾക്ക് ചെയ്യാം എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നു. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷിക്കാനുള്ള സ്കോപ്പൊന്നും ഭരണഘടനയിലില്ല. അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത് വ്യക്തിയുടെ ചോയ്സാണ്. ആ ചോയ്സിന് വേണ്ടി, ആ നിർബന്ധിതമായ മതാചാരത്തിന് വേണ്ടി, ഇത് രണ്ടും ഒരുമിച്ചാണ്. അത് രണ്ട് സ്പേസിൽ കൊണ്ടുപോയി വെക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത് രണ്ടും ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ എസെൻഷ്യൽ പ്രാക്ടീസിന് വേണ്ടിയാണ്, അതേസമയം ചോയ്സിന് വേണ്ടിയാണ്. ഞാൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോയതുകൊണ്ടായിരിക്കും. ഞാൻ ഒന്നും കൂടി ക്ലിയർ ചെയ്യാൻ വേണമെങ്കിൽ അതിലെനിക്ക് സംശയമില്ല. നടന്ന കേസുകളുണ്ട്, ഇപ്പം എസെൻഷ്യൽ പ്രാക്ടീസിന് വേണ്ടി നടന്ന പല കേസുകളുണ്ട്. അപ്പോൾ ആ കേസുകളിൽ ഒരു റിലീജിയൻ്റെ എസെൻഷ്യൽ പ്രാക്ടീസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ദിസ് കണ്ടിന്യൂറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഹിജാബ് ധരിക്കാത്ത സ്ത്രീ മുസ്ലിമാണോ അല്ലയോ? ആ മുസ്ലിം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല. ഞാൻ ദൈവമാണെന്ന് മാത്രമേ ഞാൻ പറയൂ. എന്റെ ബേസിക് ഒരു സംശയം, എന്തുകൊണ്ടാണ് ഇസ്ലാം പർദ്ദ ധരിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പർദ്ദ ധരിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഫോളോ ചെയ്യുന്നത്? പർദ്ദ എന്നുള്ള ഡ്രസ് അതിലില്ല. പിന്നെ എന്തിനാണ് ഇത് ധരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് ഇൻസിസ്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ഒരു മിനിറ്റ്, നിങ്ങൾ വളരെ പേഴ്സണലായിട്ട് ഞാൻ പറയാം. ന്യൂസ് റൂം വിട്ടിറങ്ങുക, കണ്ണൂർ ജില്ലയിൽ പോയിക്കോ, നല്ല മുസ്ലിം പോപ്പുലേഷനുള്ള കുട്ടികൾ. ഇപ്പം വേണ്ട, കോളേജുകളിൽ ചെന്ന് പോയിക്കോ. പർദ്ദ ധരിച്ച് വരുന്ന കുട്ടികളോട്, ഉമ്മമാരോടല്ല ഞാൻ പറയുന്നത്, കുട്ടികളോട് നിങ്ങൾ ചോദ്യം ചോദിച്ചോ, എന്തുകൊണ്ടാണ് നിങ്ങൾ പർദ്ദ ധരിച്ചത്? പ്രത്യേകിച്ച് കണ്ണൂരൊക്കെയാണ് ഞാൻ കുറേ അധികം കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് കണ്ണൂർ തന്നെ എടുത്ത് പറഞ്ഞത്. അവർ പർദ്ദ ധരിക്കുന്നത് അവരുടെ സൗകര്യത്തിനും കൂടി വേണ്ടിയാണ്. മതാചാരപ്രകാരം നിർബന്ധമായും ഞാനൊരു മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ മാന്യമായ വസ്ത്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതും എന്നാൽ ഭയങ്കര സൗകര്യപ്രദവുമായിട്ടുള്ളൊരു വസ്ത്രം എന്നുള്ള രൂപത്തിലാണ് പർദ്ദ ധരിക്കുന്നത്. അതിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയി ചോദിച്ചോ, ഈ കുട്ടികൾ അധികവും അല്ലെങ്കിൽ അവർ സേഫ്റ്റിക്ക് നല്ല ഭയങ്കര കംഫർട്ടബിളാണ്. എൻ്റെ ഉമ്മ സ്കൂളിൽ പോകുന്ന സ്ത്രീയാണ്, ടീച്ചറാണ്, സാരി മാത്രം എടുത്തുകൊണ്ടിരുന്ന സ്ത്രീയാണ്. ഒരു 5-6 കൊല്ലം മുമ്പ് വെറുതെ പർദ്ദ ഇട്ട് തുടങ്ങിയതാണ്. ഉമ്മ ഇപ്പോൾ സാരി എടുക്കൂല. ഞാൻ പർദ്ദയെ വിശുദ്ധീകരിക്കുക, മറ്റേ ഒരു വിശുദ്ധ പട്ടം നൽകാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. ഇല്ല, പർദ്ദന്റെ ഉള്ളിൽ. കാരണം ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയി കാണുന്നത് കൊണ്ടും അത് കണ്ടാൽ ആണുങ്ങൾക്ക് ഭയങ്കര ഇതാവുന്നുള്ളത് കൊണ്ടും ഒക്കെയല്ലേ അതിന്റെ ഒരു സൈക്കോളജി അതല്ലേ പുറകിൽ? അങ്ങനെയാണോ സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കുമ്പോൾ സ്ത്രീ മാത്രം ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആവുകയും പുരുഷൻ ഇതൊന്നും ബാധിക്കാതെ വരികയും എങ്ങനെയാണ് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഇതെന്താണെന്നറിയോ, ഇപ്പം അറേബ്യൻ നാടുകളിലേക്ക് നോക്കുക, പുരുഷന്മാരുടെ വസ്ത്രവും സ്ത്രീകളുടെ വസ്ത്രവും എന്നുള്ളത്. പക്ഷെ ഇതാണ് ഞാൻ പറയുന്നത്, കോണ്ടെക്സ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ എന്താ പറയുക, ഇവിടെ വന്നിട്ടുള്ള ശൈലികൾ വ്യത്യാസം. ഇപ്പോഴുള്ള ഒരു പക്ഷേ നമ്മുടെ ഉമ്മമാരുടെ ജനറേഷനൊക്കെ വരെ ശരിയായിരിക്കും. മതപണ്ഡിതന്മാർ വന്ന് ക്ലാസ് എടുത്ത് പർദ്ദയെ ഇടാവൂ, പുറത്തിടരുതെന്ന് പറഞ്ഞതുകൊണ്ട് അവരത് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ്ട് എൻ്റെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു പ്രഭാഷണത്തിൻ്റെയും നിർബന്ധിത അടിസ്ഥാനത്തിലല്ല പർദ്ദ ധരിക്കുന്നത്. അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആയിട്ട് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇതിൽ എൻ്റെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, പക്ഷേ ചോദ്യം ചെയ്യാം. ഇൻഡിവിജ്വൽ ചോയ്സിനപ്പുറം ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി അസ്തിത്വം, ഐഡന്റിറ്റി വല്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. തൊപ്പി വെക്കുക, താടി വെക്കുക, അതൊക്കെ പറഞ്ഞാൽ വൃത്തിയ ഇതാണ്. അപ്പൊ അങ്ങനെ അതിനോടുള്ള പ്രതികരണമായിട്ട് കൂടിയാണോ ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രധാരണവും ചിഹ്നങ്ങളും ഇൻസിസ്റ്റ് ചെയ്യപ്പെടുന്നത്? എനിക്ക് തോന്നുന്നില്ല അവര് ഈ പെൺകുട്ടികളൊക്കെ വിശ്വാസികളാണെന്നോ എത്രത്തോളം വിശ്വാസികളാണെന്നോ അല്ല, മറിച്ച് അവർക്ക് ഒരു പ്രതിഷേധം എന്ന നിലയിൽ ഈ മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്നതാണോ എന്ന് സംശയം. അങ്ങനെയാണോ? എന്താണ്? അങ്ങനെയുള്ളൊരു ശതമാനം ഉണ്ട്, ഞാൻ അംഗീകരിക്കും. അങ്ങനെ തന്നെയുള്ള ആൾക്കാരുണ്ട്, പക്ഷെ മെജോറിറ്റി അങ്ങനെയല്ല.
കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഈ മുഖം മൊത്തം മൂടി മറച്ചിട്ടുള്ള വേഷം നിക്കാബ്, അത് നിക്കാബ്, അത് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ. എനിക്ക് വ്യക്തിപരമായി വലിയ താല്പര്യമില്ലാത്ത വസ്ത്രധാരണമാണത്. ഞാൻ ഇട്ടിട്ടില്ല, ഇല്ല. വേറൊരു സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ കേരളത്തിന്റെ ഒരു കഴിഞ്ഞ 20 വർഷത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികളുണ്ടായിട്ടുള്ള വളരെ എഡ്യൂക്കേഷനിലുണ്ടായിട്ടുള്ള ഭയങ്കരമായ ഒരു കുതിച്ചുചാട്ടം വേറെ ഒരു സമൂഹത്തിലും ഇല്ലാത്തത് മുസ്ലിം പെൺകുട്ടികളുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. അതുമൂലം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിച്ചിരിക്കുന്നത്? ആൺകുട്ടികൾ പിന്നോട്ട് പോയിട്ടുണ്ടോ? ഇങ്ങനെ ആൺകുട്ടികൾ പിന്നോട്ട് പോയത് പെൺകുട്ടികൾ ഉയർന്നതാണല്ലോ നിങ്ങളുടെ ഹരിത തന്നെ രൂപവൽക്കരണത്തിന് കാരണമായത്. ഇപ്പം MSFലെ ആൺകുട്ടികൾക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഹരിതയ്ക്ക് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു ഉണ്ട് എന്നുവെച്ചാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, വളരെ നല്ല മാറ്റങ്ങളുണ്ട്. കുറേ ഉദാഹരണങ്ങളാണ്. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് മൊത്തത്തിൽ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അതോറിറ്റിക്ക് തീരുമാനം പറയായിരുന്നു, വേറെ ആരുടെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം അങ്ങനെയല്ല, പെൺകുട്ടികൾക്കൊരു സേ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദ പ്രസ്താവനകൾ വരുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ഇടയിലേക്ക് വരിക, ഞാൻ പറയുന്നത് ഞാനല്ല, പക്ഷേ ഇപ്പോഴുള്ള പെൺകുട്ടികളുടെ ഇടയിലേക്ക് വരിക, ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ബാധിക്കുന്നില്ല. ഈ പറയുന്ന പ്രസ്താവനകളൊന്നും അല്ല അവരുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. അവർ പഠിക്കുന്നത്, അവർ സ്വാഭാവികമായും മദ്രസയിൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളുടെയോ അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളവരാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ അതിൽ ഭയങ്കര പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെയുള്ള കോളേജുകളോ അല്ലെങ്കിൽ മറ്റോ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ നിരാകരിച്ചുകൊണ്ടല്ല, അതൊക്കെ ഭയങ്കര കാര്യമാണ്. അതോടൊപ്പം സോഷ്യൽ മീഡിയയും നമ്മൾ കാണാത്ത ഒരു കൂട്ടം മനുഷ്യർക്ക് വരെ ഇവരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവർ പുറത്തു നിന്ന് ഒരുപാട് ഒറ്റയ്ക്ക് സ്വയം ആർജിച്ചെടുക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ കമ്മ്യൂണിറ്റികൾ ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഞങ്ങളുടെ മലബാറിൽ തന്നെ നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഒറ്റയ്ക്ക് കൂട്ടം കൂടുന്നതും യാത്ര പോകുന്നതുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കമ്മ്യൂണിറ്റികൾ കാണാം, പെൺകുട്ടികൾ. അപ്പം അവർ തമ്മാമിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു അഭിപ്രായമുണ്ട്. നമ്മൾ ഭയങ്കര പൊളിറ്റിക്കലായിട്ടുള്ളൊരു വ്യൂവിൽ ഈ ന്യൂസ് റൂമിൽ ഇരുന്നിട്ട് ഇത്രയും മുതിർന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള നിങ്ങളും പുറത്ത് നിന്നിട്ട് ഞാനും ചർച്ച ചെയ്യുന്നതിലപ്പുറത്ത് അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉള്ള പെൺകുട്ടികളായിട്ട് അവർ മാറിയിട്ടുണ്ട്. നമ്മൾ പറയുന്ന പോലെ പർദ്ദ ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമായിട്ടൊന്നും അല്ല അവരുടെ ഇടയിലുള്ള. അവർ പർദ്ദ ഇടും, അവർ ജീൻസ് ഇടും, അവർ ചുരിദാർ ഇടും. അത് അവരുടെ താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അത് ഇടുന്നതിന് അവർക്കൊരു കാരണമുണ്ട്. ആ കാരണത്തെക്കുറിച്ച് അവർ കൃത്യമായ ബോധ്യമുള്ളവരാണ്. ജീവിതത്തിൻ്റെ കാര്യത്തിൽ, പഠനത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ പെൺകുട്ടികൾക്ക് അത്തരത്തിലൊരു സേ ഉണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ ആൺകുട്ടികളുടെ കാര്യം, അതിൽ സ്വാഭാവികമായും ഞാനൊരാശങ്ക വെക്കുന്നുണ്ട്. കാരണം പല അധ്യാപകരും തന്നെ പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു ഫാനിസം ബാധിക്കുന്ന കുട്ടികളായിക്കൊണ്ട് ആൺകുട്ടികൾ ഇമോഷൻസിന് അടിമപ്പെട്ടുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡീപ്പായിട്ട് പോവാതെ ഉപരിപ്ലവമായിക്കൊണ്ട് ഒരാഘോഷമായിക്കൊണ്ട് മാത്രം മാറുകയും, എന്നാൽ പെൺകുട്ടികൾ കുറച്ചുകൂടി കാര്യങ്ങളിൽ ഡീപ്പായിട്ട് പോവുകയും ചെയ്യുന്നൊരു വ്യത്യാസം, ഒരു തുലനാവസ്ഥ നഷ്ടപ്പെട്ട പോലെ നിലവിലുണ്ട്. അത് ഈ റെവല്യൂഷണൈസ്ഡ് ആയിട്ടുള്ള സമൂഹത്തെ, പെൺകുട്ടിയുടെ സമൂഹത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏതെങ്കിലും സംഘടന, മതസംഘടനയായാലും രാഷ്ട്രീയ സംഘടനയായാലും കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്? നിലവിൽ ഒരു സംഘടനയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ മിസ്മാച്ച് സംഭവിക്കുക? മിസ്മാച്ച് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ജനറേഷൻ ഗ്യാപ്പും കൂടി ഉണ്ടല്ലോ. ആ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് പണ്ടത്തെ അല്ല, ഇപ്പോഴുള്ള മുതിർന്ന ജനറേഷന് ആക്സസിബിൾ അല്ലാത്ത പലതും കിട്ടുന്ന പ്രിവിലേജ് ഉള്ള ഒരു പ്രിവിലേജ് തന്നെയാണ് ആ വാക്ക്. ജനറേഷൻ ആയിക്കൊണ്ടാണ് നമ്മൾ വളരുന്നത്. കാരണം നമുക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങളുണ്ട്, പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ പാരൻസിനിടയിൽ സമൂഹത്തിനിടയിലുണ്ട്. പഠിച്ചത് ആക്സെപ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ മാറിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള പ്രിവിലേജുകളുള്ള ഒരു ജനറേഷനായിട്ടാണ് നമ്മൾ വരുന്നത്.
അവിടെ ഉണ്ടാവേണ്ടത് കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു മനോഭാവമാണ്, കുട്ടികൾക്ക് മുതിർന്നവരോടും മുതിർന്നവർക്ക് കുട്ടികളോടും. കാരണം ഇത് രണ്ടും രണ്ട് തരത്തിൽ എക്സലൻ്റ് ആണ്. ആ ഇൻക്ലൂസീവ്നെസ്, തുറന്ന ചിന്താഗതി ഈ പറയുന്ന മുതിർന്ന ജനറേഷൻ ഇല്ല. അതില്ലാതാവുന്നതാണ് ഈ മിസ്മാച്ചിന് കാരണമാവുന്നത്. അതുണ്ടായേ പറ്റൂ, അതുണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. ഈ ഭയങ്കര പാട്രിയാർക്കലായിട്ടുള്ള ബോധങ്ങളിൽ ഇതൊന്നും അനുവദിച്ചുകൂടാ എന്നുള്ള ശാഠ്യങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന ജനറേഷൻ നിൽക്കുന്നത്. ആ ശാഠ്യങ്ങൾക്കപ്പുറത്ത് ഒരു ഉൾക്കൊള്ളാനുള്ള മനോഭാവം ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റത്തോട് അവർക്കും താല്പര്യമില്ലാതായിപ്പോൾ. പക്ഷേ അവരും കുറച്ചുകൂടി യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ പ്രാപ്തരാവണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അവർ കാണുന്ന സ്വപ്നങ്ങളും അവർ നേടിയിട്ടുള്ള വിദ്യാഭ്യാസവും മാത്രമല്ല, അവർ നിലയുറപ്പിക്കുന്ന മണ്ണെന്ന് പറയുന്നത് അത്ര സുഖകരമല്ല എന്ന് ആദ്യം ഉൾക്കൊള്ളണം. എന്നിട്ട് അത് മാറ്റാൻ തയ്യാറാവുക. അല്ലാതെ അതിന് അങ്ങ് മാറിക്കൊണ്ട് ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുക എന്നുള്ളതല്ല. അത് രണ്ടും സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അത് സാധ്യമാവണം. ഷാജി ഇവിടെ ഇതേപോലെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഷാജി പറഞ്ഞൊരു കാര്യം, ലീഗ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ബാക്കി പ്രശ്നങ്ങളൊക്കെ പുറത്തെല്ലാം ഇട്ടിട്ട് ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ട് എംപവേർഡ് ആയിട്ട് വരുന്ന പെൺകുട്ടികളെ എന്ത് ചെയ്യണം എന്ന് അറിയാത്തതാണ് ഇന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് തന്നെയുള്ള വാക്ക് ഉപയോഗിച്ചതാണ് എന്റെ ഓർമ്മ. ഐ മീൻ അതൊരു റിയാലിറ്റി അല്ലേ. ഐ മീൻ പെട്ടെന്ന് കഴിഞ്ഞൊരു 20 വർഷം കൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആവുകയും എംപവേർഡ് ആവുകയും അവരുടെ റൈറ്റ്സിനെ പറ്റി കോൺഷ്യസ് ആവുകയും ചെയ്യുന്ന ഒരു പറ്റം പെൺകുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു മുസ്ലിം ലീഗിനെയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ നമുക്ക് കാണാൻ പറ്റും. മുസ്ലിം ലീഗ് എന്ന് പറയാൻ കാരണം കമ്മ്യൂണിറ്റി നമ്മളതിൻ്റെ ഉള്ളിലായതുകൊണ്ട്. ഇതായതുകൊണ്ട്. അപ്പൊ അതാണോ അവസ്ഥ ശരിക്കും? നിങ്ങളെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണോ ഈ ലീഗ് നേതൃത്വം? ലീഗ് എന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഞാൻ എന്നെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വരുന്ന കുട്ടികൾ പറയാം, ഈ കുട്ടികൾ ഉൾക്കൊള്ളാൻ മതസംഘടനകളായിക്കൊള്ളട്ടെ രാഷ്ട്രീയ സംഘടനകളായിക്കൊള്ളട്ടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു ശബ്ദം പോലും ഉണ്ടായിട്ടില്ല. ഇപ്പം ഉണ്ടാകുന്ന ശബ്ദങ്ങൾ എന്ന് പറയുന്നത് അവരെടുത്ത് കൃത്യമായ ടെക്സ്റ്റോ അല്ലെങ്കിൽ കൃത്യമായ ബാക്കപ്പ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു? ഇപ്പോൾ അത് മതവീക്ഷണമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായിട്ടുള്ള വിഷയമായിക്കോട്ടെ, പ്രാതിനിധ്യത്തിൻ്റെ വിഷയമായിക്കൊള്ളട്ടെ, ആത്മാഭിമാനത്തിൻ്റെ വിഷയമായിക്കോട്ടെ, ഇതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തി സമൂഹത്തിൽ ഉണ്ടാവേണ്ടുന്ന സ്പേസിനെ കുറിച്ചും ബോധമുണ്ട്. അത് ഉൾക്കൊള്ളാൻ ഉള്ള ഒരു പാകത അല്ലെങ്കിൽ ഒരു എന്താ പറയുക സംഘടനകൾക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ്. അവര് തിരിച്ചറിയുന്നുണ്ട് അവരുടെ ഡ്രോബാക്സ് അവര് തിരിച്ചറിഞ്ഞു തുടങ്ങി. അതെനിക്കറിയില്ല, ഞാൻ ആ പ്രതിനിധിയല്ല. ലീഗിന്റെ ഒരു വുമൻ മിനിസ്റ്റർ ഉണ്ടാവണമെങ്കിൽ എത്ര നാൾ നമുക്ക് കാത്തിരിക്കണം? വീണ്ടും ഞാൻ ആ പ്രതിനിധിയല്ല. വരുമായിരിക്കും. 100 മറുപടി പിന്നീട് തരാം. അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇനിയിപ്പോൾ ഞാൻ തോന്നുന്നത് പറഞ്ഞുകൊണ്ട് സാധനം ഇല്ലാണ്ടായി പോകണ്ടെന്നുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ് ഉദ്ദേശിച്ചത്. അതെ.